ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ് സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ SIPയും അതുപോലെ ലംസം നിക്ഷേപം എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. SIPയുടെ അതായത് ഏറ്റവും കുറഞ്ഞ റിസ്ക്കും ഈ ലംസത്തിൻ്റെ ഉയർന്ന റിട്ടേൺ സാധ്യതയും ഒരുമിച്ച് പ്രയോജനപ്പെടുത്താനുള്ള ഒരു വഴി ഉണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഇന്ന് നമ്മൾ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്താണെന്നും അത് എങ്ങനെയാണ് SIPയുടെയും അതുപോലെ ലംസത്തിൻ്റെയും ഒക്കെ അഡ്വാൻറ്റേജസ് ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ബെനിഫിറ്റ്സ് ആവുന്നത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് വിശദീകരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്താണ് STP അഥവാ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത് STPയുടെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഇപ്പോൾ STP അല്ലെങ്കിൽ SIP ഇതിൻ്റെ ലംസം, ഇതിൻ്റെ പ്രയോജനങ്ങൾ എങ്ങനെയാണ്, അതായത് SIPയുടെയും ലംസത്തിൻ്റെയും പ്രയോജനങ്ങൾ എങ്ങനെയാണ് STPയിൽ വരുന്നത്. നാലാമത് ഏറ്റവും അവസാനം STP എപ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, ഇതും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണണം, എഴുതി വെച്ച് പഠിക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ നോട്ട് ചെയ്യണം. ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. വെൽക്കം ടു ദി 8th എപ്പിസോഡ് ഓഫ് അവർ സീരീസ് മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് STP എന്നുള്ളതാണ്. STP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, അതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ലംസം തുക ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാധാരണ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്നും ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ അതൊരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക്, അതായത് റിട്ടേൺസ് കൂടുതൽ കിട്ടുന്ന ഫണ്ടുകളിലേക്ക് നമ്മൾ പതിവായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിനെയാണ് നമ്മൾ സാധാരണ STP എന്ന് പറയുന്നത്. ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ഡെറ്റ് ഫണ്ടിൽ ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഒരു നിശ്ചിത തുക നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി STP എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഒരു വലിയൊരു തുക ഉണ്ടെന്ന് വിചാരിക്കും, ഒരു 10 lakhs നിങ്ങളുടെ അടുത്ത് ഒറ്റയടിക്ക് എന്താ പറയുക നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി ഫണ്ടിൽ, അതായത് ഇക്വിറ്റി ഫണ്ട് റിസ്ക് ഉള്ള ഫണ്ടാണ്, അപ്പോൾ അതിലേക്ക് ഒറ്റയടിക്ക് ഈ 10 ലക്ഷം രൂപ ഇടാനായിട്ട് നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവില്ല, നമുക്കൊരു പേടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ STPയുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ആ തുക, ആ 10 lakhs മുഴുവനായിട്ട് നമുക്ക് ഒരു ഡെറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഫണ്ടിൻ്റെ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവായിരിക്കും. റിട്ടേൺസ് നമ്മുടെ ഒരു FDനേക്കാളൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്ന ഡെറ്റ് ഫണ്ടിൽ ഒരു 6 മുതൽ 8% വരെയൊക്കെ നമുക്ക് അതിൽ റിട്ടേൺസ് നമുക്ക് കിട്ടും. അതിൽ ആ മുഴുവൻ തുക ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ STP ഇപ്പോൾ നമ്മൾ ആ ലംസം തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് STP എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ റിക്വസ്റ്റിൽ നമുക്ക് ഒരു തുക, അതായത് എല്ലാ മാസവും ഒരു തുക, അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു 50,000 rupees, ഈ 10 ലക്ഷത്തിൽ നിന്ന് 50,000 രൂപ ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്, ഇക്വിറ്റി ഫണ്ട് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 12 മുതൽ 15% വരെയൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ 50,000 രൂപ എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നതാണ്, അപ്പോൾ ഡെറ്റ് ഫണ്ടിൽ അപ്പോൾ നമുക്ക് 50,000 ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി അതിൽ തുക ഉണ്ടാവുമല്ലോ അല്ലേ, ആ തുകയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു 6 മുതൽ 8% വരെ ഇൻട്രസ്റ്റും നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഡെറ്റ് ഫണ്ടിൻ്റെ, അതായത് സേഫ് ആയിട്ടുള്ള ഒരു ഫണ്ടിൻ്റെ ഒരു സേഫർ റിട്ടേണും ഇക്വിറ്റി ഫണ്ടിൻ്റെ ഒരു ഹയർ റിട്ടേൺസും മാർക്കറ്റിലുള്ള വളർച്ചയും ഇത് രണ്ടും കൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ നമുക്ക് STPയിൽ എടുക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് ഈ STPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതായത് റുപ്പി കോസ്റ്റ് ആവറേജ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അതായത് SIPയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം. അപ്പോൾ മാസം തോറും നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാൽ ഈ മാർക്കറ്റ് ഉയരുമ്പോഴും താഴുമ്പോഴും, അതായത് അതിൻ്റെ ഒരു ശരാശരി ഒരു ആവറേജ് NAV എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അപ്പോൾ ആവറേജ് NAV എന്ന് പറഞ്ഞാൽ നമുക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റുപ്പി കോസ്റ്റ് ആവറേജ്, അതായത് ആവറേജ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ മാർക്കറ്റ് ടൈമിംഗ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നേരിട്ട് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ അതിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ഇക്വിറ്റിയിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഒരു റിസ്ക്, ടൈമിംഗ് റിസ്ക് കുറയ്ക്കാനായിട്ട് എപ്പോഴും നമുക്ക് STPയിലുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റം നമ്മളെ സഹായിക്കും. പിന്നെ അടുത്ത എന്താണ്, അതായത് സുരക്ഷിതമായിട്ടുള്ളൊരു വളർച്ച അല്ല, അതായത് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു, എന്നാൽ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഡെറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല നമുക്ക് എന്താണ്, ആ ട്രാൻസ്ഫർ ആകുന്ന തുകയ്ക്കുള്ള ഇക്വിറ്റി റിട്ടേൺസ് നമുക്ക് കിട്ടും. പിന്നെ മാത്രമല്ല അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിളാണ്. അതായത് ഇപ്പോൾ നമ്മൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ 50,000 തന്നെ വേണമെന്നില്ല, എത്ര തുക വേണമെങ്കിലും നമുക്ക് ഡിസൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഈ പറഞ്ഞ STP എന്ന് പറഞ്ഞ റിക്വസ്റ്റിൽ നമുക്കുണ്ടാകും.
ഞാനീ പറഞ്ഞ കാര്യങ്ങൾ STP പറഞ്ഞ കാര്യങ്ങൾ എന്താണ് STP എന്നുള്ളതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു ഉദാഹരണം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം എങ്ങനെയാണ് STP എന്നുള്ളത്. അതായത് ഒരു അഞ്ജലി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു IT ജോലിക്കാരായ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് 2025 അഞ്ജലിക്ക് ഒരു 10 ലക്ഷം രൂപ ബോണസ് കിട്ടുകയാണ്, അതായത് ജോലി എന്നുള്ള ബോണസ് കിട്ടുകയാണ്. അപ്പോൾ അഞ്ജലിയുടെ ഒരു വിചാരം എന്ന് പറയുന്നത്, ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണ്, അതായത് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ടെന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ ഒറ്റയടിക്ക് ഇക്വിറ്റി ഫണ്ടിൽ എന്ത് ചെയ്യും, ഇടാനായിട്ട് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം മാർക്കറ്റിൽ എപ്പോഴും താഴ്ച കുറച്ചൊക്കെ സംഭവിക്കാം. അത് മാത്രമല്ല, അപ്പോൾ അയാൾ അങ്ങനെ ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ പൈസ ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. എന്നാൽ അയാൾക്ക് റിട്ടേൺസും കിട്ടുകയും വെറുതെ വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ അയാൾക്ക് റിട്ടേൺസ് കിട്ടുകയും വേണം. അത് മാത്രമല്ല, അത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, അവർ STP എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവർ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ STP അവർ എന്ത് ചെയ്തു, അപ്പോൾ STP തിരഞ്ഞെടുത്തു. അതിൻ്റെ റിക്വസ്റ്റും AMCയിൽ പോയിട്ട് റിട്ടേൺസ് ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം കൊടുത്തു. അതിനുശേഷം 10 ലക്ഷം രൂപ അവരെന്ത് ചെയ്തു, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടു. എന്നിട്ട് ഈ 10 ലക്ഷം രൂപ അവർ ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു ഡെറ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ആ ഡെറ്റ് ഫണ്ടിൽ നമുക്ക് 6% റിട്ടേൺസ്, ഒരു അപ്രോക്സിമേറ്റ്ലി 6% റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു കൊല്ലം നമുക്ക് കിട്ടും. STP തുക എന്ന് പറയുന്നത്, ഈ അഞ്ജലി ട്രാൻസ്ഫർ ചെയ്യുന്ന തുക എന്ന് പറയുന്നത്, ഒരു മാസം 50,000 രൂപ ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു 12% റിട്ടേൺ കിട്ടും, നമ്മൾ അപ്രോക്സിമേറ്റ് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് 50,000 രൂപ ഒരു മാസം ട്രാൻസ്ഫർ ചെയ്താൽ ഈ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴേക്കും 20 മാസമായിരിക്കും അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ജലി തീരുമാനിച്ചു, എൻ്റെ മൊത്തം 10 ലക്ഷം രൂപ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് 50,000 വെച്ച് 20 മാസം കൊണ്ട് ഞാൻ ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ഒരു സെനാരിയോ, ആ അഞ്ജലി ഇൻവെസ്റ്റ് ചെയ്ത വർഷം മാർക്കറ്റ് എങ്ങനെയായിരുന്നു നോക്കാം. ഇപ്പോൾ 2025-26 മാർക്കറ്റിൽ അഞ്ജലി ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു, അതായത് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കാം. മാർക്കറ്റ് പൊങ്ങി മുകളിലേക്ക് പൊങ്ങി താഴേക്ക് പോയി. നമുക്ക് STPയുടെ പ്രവർത്തനം ഈ 20 മാസം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അതായത് 50,000 രൂപയാണെന്ന് എന്ത് ചെയ്തത്, മന്ത്ലി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്, ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് അവിടെ NAV എന്താണ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഡെറ്റ് ഫണ്ടിൽ ആൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6% റിട്ടേൺ കിട്ടുന്നത്. ഈ 10 ലക്ഷം രൂപ 6% ആനുവലി ഗ്രോ ചെയ്യുന്ന ഒരു സെനാരിയോ ആണ് അവിടെ ഉള്ളത്. അതുപോലെ ഇക്വിറ്റി ഫണ്ട് 12% ഗ്രോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 ലക്ഷം ലംസം ഇൻവെസ്റ്റ് ചെയ്തു. ഈ 10 ലക്ഷത്തിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞ ഡെറ്റ് ഫണ്ടിൻ്റെ റിട്ടേൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6%. ഇനി 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത 50,000 രൂപയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണ്, ഇക്വിറ്റി ഫണ്ടിൽ വരുന്ന ആക്ച്വലി എത്രയാണ് NAV വരുന്ന ഡിഫറൻസ്, അതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മാസം, അതായത് ജനുവരി 2025 ആൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡെറ്റ് ഫണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു, 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഈ 10 ലക്ഷം രൂപയിൽ നിന്നും 50,000 രൂപ ആൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ബാലൻസ് ഡെറ്റ് ഫണ്ടിൽ എത്രയുണ്ട്, 9,80,000 ഉള്ളത്. ഈ 9,80,000-ന് 6% കോമ്പൗണ്ടഡ് ആനുവൽ ഈൽഡ് എന്ന് നമ്മൾ വിചാരിക്കുക. 6% റിട്ടേൺ കിട്ടി. ഇക്വിറ്റി ഫണ്ടിൽ എത്ര കിട്ടി, ഇക്വിറ്റി ഫണ്ടിലേക്ക് 50,000 പോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ NAV 100 രൂപയായിരുന്നു. അപ്പോൾ അവർക്ക് എത്ര 500 യൂണിറ്റ്സ് കിട്ടി. ഇനി നമ്മൾ 1ാമത്തെ മാസം, 2ാമത്തെ മാസം, 3ാമത്തെ മാസം, 4ാമത്തെ മാസം, 5ാമത്തെ മാസം ഇതെല്ലാം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ഡെറ്റ് ഫണ്ടിൽ മൊത്തം എത്ര എമൗണ്ട് ഉണ്ടാവും, അതായത് ജനുവരി മുതൽ 50,000 വെച്ച് പോയി കഴിഞ്ഞാൽ 5 ട്രാൻസ്ഫർ കഴിയും അല്ലേ. അപ്പോൾ 5 ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെറ്റ് ഫണ്ടിൽ ഉണ്ടാകുന്ന ബാലൻസ് 7,80,000 ആയിരിക്കും ഡെറ്റ് ഫണ്ടിൽ ഉണ്ടാകുന്ന ബാലൻസ്. അപ്പോൾ അതിനായിരിക്കും 6% റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. ഇക്വിറ്റി ഫണ്ടിൽ എത്ര ഉണ്ടാവും, ഇക്വിറ്റി ഫണ്ടിൽ ഈ 50,000 രൂപ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്ത് പോയി കഴിയുമ്പോൾ ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്ന ഏകദേശം ഒരു 3,125 യൂണിറ്റും ആ സമയത്ത്, അതായത് ജൂൺ മാസം ഉണ്ടാവും. ഇനി അടുത്തത് 12 മാസം കഴിയുമ്പോൾ, അതായത് ഡിസംബർ 2025 അടുത്തത്. അപ്പോൾ 12 ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഡെറ്റ് ഫണ്ടിൽ ബാലൻസ് എന്ന് പറയുന്നത് 4,50,000 ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി എന്താണ് ഈ നമ്മുടെ ഇക്വിറ്റി ഫണ്ടിലാണെങ്കിലോ, അതായത് ടോട്ടൽ ട്രാൻസ്ഫർ ചെയ്ത് പോയ 50,000 വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് നോക്കുമ്പോൾ നമുക്ക് NAV-യുടെ ഡിഫറൻസ്, അതായത് ഈ പറഞ്ഞ ഡിസംബർ മാസം ആയപ്പോഴേക്ക് NAV-യുടെ ഡിഫറൻസ് അപ്പം NAV ഒരു പക്ഷേ 120 കൂട്ടിയിട്ട്, അപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് 120 വിചാരിക്കാം. അങ്ങനെ ഈ പറഞ്ഞ മൊത്തത്തിൽ വന്നിട്ടുള്ള എല്ലാ മാസങ്ങളിലെയും NAV കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് മൊത്തത്തിലുള്ള യൂണിറ്റ് 6,250 യൂണിറ്റാണ് ആൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. ഇത്രയും ആ ഡിസംബർ കഴിഞ്ഞു. ഇനി 20ാമത്തെ മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2026 20ാമത്തെ മാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, അതായത് ഡെറ്റ് ഫണ്ടിൽ നിന്നും എല്ലാ മുഴുവൻ പൈസയും ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഡെറ്റ് ഫണ്ടിൽ 0 റിട്ടേൺ അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 50,000 രൂപ
അതായത് 10 ലക്ഷം രൂപയ്ക്കും അത്രയും നാളത്തെ ആവറേജ് ഒരു 6% റിട്ടേൺ എത്രയാണെന്നും, ഇക്വിറ്റി ഫണ്ടിൽ അവർക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ടോട്ടൽ ഒരു 10,000 യൂണിറ്റ് ആൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ആവറേജ് NAV എന്ന് പറയുന്നത് 100 രൂപയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു 2026 ഓഗസ്റ്റിൽ എല്ലാം കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ഫൈനൽ NAV, അതായത് 2026 ഓഗസ്റ്റിൽ NAV എത്രയാണ്? 110 രൂപയായി എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ആവറേജ് NAV എന്ന് പറയുന്നത് 100 രൂപ ആണ്, അയാളുടെ കോസ്റ്റ് 110 രൂപ ആയി. അപ്പോൾ ഇതാണ് ആ ഒരു സെനാരിയോ എന്ന് പറയുന്നത്. ഇനി അതിൽ റിട്ടേൺസ് എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇക്വിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10,000 × 110 എന്ന് പറയുമ്പോൾ, അതായത് ലാസ്റ്റ് ഡേയിൽ 10,000 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, 110 ആയിരുന്നു വാല്യൂ. അപ്പോൾ മൊത്തം 11 ലക്ഷം രൂപയായിരിക്കും. 10 ലക്ഷം രൂപ എല്ലാ മാസവും 20 മാസവും ട്രാൻസ്ഫർ ചെയ്ത് വന്ന ആൾക്ക് 20ാമത്തെ മാസം നോക്കുമ്പോൾ 11 ലക്ഷം രൂപ അതിൽ ബാലൻസ് ഉണ്ടാകും. ഇനി ഡെറ്റ് ഫണ്ടിൽ അവരെത്ര ചെയ്തു? അതായത് 20 മാസവും ഈ പറഞ്ഞ 50,000 ട്രാൻസ്ഫർ ചെയ്ത് പോയ സമയത്ത് 10 ലക്ഷത്തിൽ കുറഞ്ഞ് അവർക്കൊരു 6% റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ 6% റിട്ടേൺ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കൂടുന്നത് അതൊരു 50,000 രൂപയാണെന്ന് നമ്മൾ വിചാരിക്കുക, ഏകദേശം ഒരു 50,000 റുപ്പീസ്. അപ്പോൾ അയാളുടെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 11 ലക്ഷം പ്ലസ് 50,000. അപ്പോൾ 11,80,000 ആയിരിക്കും അയാളുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിൻ എത്രയാണ്? ടോട്ടൽ അഞ്ജലി ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? അഞ്ജലിക്ക് ബോണസ് കിട്ടിയത് 10 lakhs ആണല്ലേ, 10 ലക്ഷമാണ്. അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് 11,80,000 മൈനസ് 10 ലക്ഷം എന്ന് പറയുന്നത് 1,50,000 ആണ് ആൾക്ക് ഉണ്ടായിരുന്ന ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്? 15% അല്ലേ? 10 ലക്ഷം രൂപയുടെ NAV 100 രൂപ 10,000 യൂണിറ്റ് നമുക്കിപ്പോൾ അതിൻ്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ നമുക്കൊരു 15% ആയിരിക്കും നമുക്ക് കിട്ടിയ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് STPയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയ റിട്ടേൺ നമുക്ക് മനസ്സിലായി. ഇനി സപ്പോസ് അടുത്തൊരു അപ്പോൾ ഈ 10 ലക്ഷം രൂപ അഞ്ജലിക്ക് കിട്ടി, അഞ്ജലി ഇൻവെസ്റ്റ് ചെയ്തു, അഞ്ജലിക്ക് 15% റിട്ടേൺ കിട്ടി. ഇനി ഇതെല്ലാം പോസിറ്റീവായിരുന്ന ഒരു സെനാരിയോ ആണെങ്കിലാണ് ഈ റിട്ടേൺസ് വരുന്നത്. ഇനി ഇപ്പോൾ സപ്പോസ് ആ കിട്ടിയ മുഴുവൻ പണം എന്ന് പറയുന്നത് 2025 സ്റ്റോക്കിൽ ഡയറക്റ്റ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെനാരിയോ, സപ്പോസ് സ്റ്റോക്ക് മാർക്കറ്റ് ആ 25-26 കാലഘട്ടത്തിൽ താഴെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ STP ചെയ്യുന്നതിന് പകരം നേരിട്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അഞ്ജലിക്ക് എന്ത് സംഭവിക്കും? ഈ 10 ലക്ഷം രൂപ ആൾ 100 രൂപയ്ക്ക് 100 രൂപയുള്ള 10,000 യൂണിറ്റ്സ് മേടിക്കും. NAV താഴേക്ക് പോയിട്ട് NAV 80 രൂപ ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആളുടെ ലോസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏകദേശം 20% ആയിരിക്കും ആളുടെ ലോസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ 10 ലക്ഷം രൂപ ആള് ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ഡെറ്റ് ഫണ്ടിൽ കിട്ടിയ ഗ്രോത്തും അയാൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ശരിക്കും നമ്മളൊരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ പ്രയോജനകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് STP എന്ന് പറയുന്നത്. അപ്പോൾ STP എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസ് റിസ്ക് ആണല്ലേ. അതായത് ഒരു ഡെറ്റ് ഫണ്ടിൻ്റെ ഒരു സേഫ്റ്റിയും അതുപോലെ ഇക്വിറ്റി ഫണ്ടിൻ്റെ ഗ്രോത്തും എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെനാരിയോ ആണ് ഈ STP എന്ന് പറയുന്നത്. STPയിൽ ശരിക്കും പറഞ്ഞാൽ ഈ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത് ശരിക്കും എത്ര വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിലും നമ്മൾ STP ചെയ്ത് കഴിഞ്ഞാൽ ഈ മന്ത്ലി, അതായത് നമ്മൾ ലംസമായിട്ട് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ഓരോ തുക പോകുന്നത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പ് ആൻഡ് ഡൗൺസിൽ, അതായത് ഉയർച്ച താഴ്ചകളിലെല്ലാം ഈ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഡിഫറൻസിലുള്ള NAVകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് മാർക്കറ്റിൽ ഉണ്ടായാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന് ഒരു കാരണവശാലും റിസ്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് SIPയുടെ ഏറ്റവും നല്ല ഗുണങ്ങളും ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളും ഒരുമിച്ച് തരാൻ പറ്റിയ ഒരു സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ടിൽ STP എന്ന് പറയുന്നത്. നമ്മൾ ഈ STP എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയല്ല. ഇനി STP നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? ആരൊക്കെ എന്തൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ STP തിരഞ്ഞെടുക്കേണ്ടത് നോക്കാം. ഒന്നാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു തുക നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എന്താണ്? ഒന്നിൽ FD ഇടാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ STP ആണ്. അതൊരു ഡെറ്റ് ഫണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നു. ഒരു മാസം ഒരു തുക നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇക്വിറ്റി ഫണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇക്വിറ്റി ഫണ്ടിൻ്റെ റിസ്ക്കോ സ്റ്റോക്ക് മാർക്കറ്റ് റിസ്കോ ഉണ്ടാവുകയില്ല. നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും എന്താണ് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വോളറ്റൈലാണല്ലേ. അതായത് അത് കൃത്യമായിട്ടൊരു താഴെ മുകളിലേക്ക് പോകുന്നൊരു സിസ്റ്റം അല്ല. അങ്ങനെ വരുമ്പോൾ ആ റിസ്ക് ഒഴിവാക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾ, അതായത് എനിക്ക് റിസ്ക് പറ്റില്ല, അതായത് ഒരു ലംസം ഇൻവെസ്റ്റ്മെന്റ് ഒറ്റയടിക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ആണ്, അങ്ങനെ റിസ്ക് ഒഴിവാക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? STP ആയിട്ടൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്
നമ്മൾ ഇക്വിറ്റിയിലേക്ക്, അതായത് ഇപ്പോൾ ഒരു സെനാരിയോ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ വലിയ തുകകൾ കിട്ടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് ഒന്നില്ലെങ്കിൽ FD കൊണ്ടിടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്ത് SBI അക്കൗണ്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ അത് സൂക്ഷിക്കുകയായിരിക്കും ചെയ്ത്. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന വലിയ തുക നമ്മൾ ഡെറ്റ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒരു നിശ്ചിത തുക നമ്മൾ STPയിലൂടെ നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിശ്ചിതമായിട്ടൊരു തുക ഒരു വലിയ ലോങ് ടൈമിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഇക്വിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇക്വിറ്റിയിലുള്ള ഒരു വലിയൊരു അസറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളുകൾ, അത് ഇടയ്ക്കിടയ്ക്ക് കുറേ പൈസ കിട്ടുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്ന് പറഞ്ഞാൽ STP ആണ്. ഇത് മാത്രമല്ല, നമുക്ക് ദീർഘനാളത്തേക്ക്, അതായത് ദീർഘനാളത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും STP ഏറ്റവും നല്ല ഓപ്ഷനാണ്. അടുത്തത് നമുക്ക് ഈ STP അത് എങ്ങനെ തിരഞ്ഞെടുക്കണം അല്ലേ, അതായത് ഇപ്പോൾ ഒരു STP നമ്മൾ ഓപ്ഷൻ നമുക്ക് മനസ്സിലായി, ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മനസ്സിലായി, ഇനി നമ്മളത് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തുക എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുക. ആ 10 ലക്ഷമാണോ 50 ലക്ഷമാണോ എന്നുള്ളത് നമ്മൾ തീരുമാനം എടുക്കുക. 2, മാസം ട്രാൻസ്ഫർ ചെയ്യേണ്ട ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട തുക എത്രയാണെന്ന് നമ്മൾ തീരുമാനിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫണ്ടുകൾ തിരഞ്ഞെടുക്കണം. നമ്മൾ 2 ഫണ്ട് തിരഞ്ഞെടുക്കണം. ഒരു ഡെറ്റ് ഫണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം, ഒരു ഇക്വിറ്റി ഫണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ആ ഡെറ്റ് ഫണ്ടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫണ്ടാണ് നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുക. ഇക്വിറ്റി ഫണ്ടിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ ഫണ്ടും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഡെറ്റ് ഫണ്ടും ഇക്വിറ്റി ഫണ്ടും നമ്മൾ തിരഞ്ഞെടുക്കണം. അടുത്തെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നത്. കാരണം ഈ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കുറേ നഷ്ടസാധ്യതകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും വിശദമായിട്ട് പഠിച്ച് ഒരു എക്സ്പെർട്ടിന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ STP ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അഡ്വൈസറുടെ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം കൂടെ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സഹായം കൂടി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അയാളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ STP സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ STPയുടെ ഒരുപാട് കാര്യങ്ങൾ, STPയോട് ബന്ധപ്പെട്ട് STP ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇങ്ങനെ ലാഭം കിട്ടുന്നത് ഇപ്പോൾ ഒരു FDക്ക് പകരമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പകരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ STP എന്താണെന്നും അത് SIPയുടെയും ലംസത്തിൻ്റെയും ഗുണങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് STP വരുന്നതും അഞ്ജലിയുടെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി അല്ലേ. ഈ 10 ലക്ഷം STP വഴി നമ്മൾ 11.5 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചത്, ഇത് മാർക്കറ്റിൽ റിസ്ക് ഇല്ലാതെ, റിസ്ക് കുറഞ്ഞ് അതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടി. ഇങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് STP അതിൽ വളർന്നതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് മാത്രമല്ല, നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങളെല്ലാം മുടങ്ങാതെ കാണണം. കാരണം മ്യൂച്വൽ ഫണ്ടിലെ എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഫുൾ സീരീസ് ഓഫ് വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.